നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഈ നല്ല ദിവസം ആശംസിക്കുമ്പോഴും പക്ഷെ പലപ്പോഴും നമ്മൾ ഓരോ ദിവസവും രാവിലെ കേട്ടു തുടങ്ങുന്ന വാർത്തകൾ അത്ര സുഖകരമായതല്ല. ഈ പറഞ്ഞതുപോലെ വാൽപ്പാറ ദുരന്തം, മുണ്ടത്തിക്കോട് വെടിക്കെട്ടപകടം, പാമ്പുകടിയേറ്റ് 2 കൊച്ചു കുഞ്ഞുങ്ങൾ, 8 വയസ്സുകാരായ 2 കുഞ്ഞുങ്ങൾ മരിച്ചത്, ഷോക്കേറ്റൊരു കുഞ്ഞ് മരിച്ചത്, അങ്ങനെ പശ്ചിമേഷ്യയിൽ ഇൻ്റർനാഷണലിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, അന്താരാഷ്ട്ര തലത്തിൽ നോക്കുകയാണെങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യം, അങ്ങനെ ചുറ്റുമുള്ള വാർത്തകളൊന്നും അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നതൊന്നും അത്ര സുഖകരമായ കാര്യങ്ങളോ വാർത്തകളോ ഒന്നുമല്ല. പക്ഷേ ഏറ്റവും നല്ല, ഏറ്റവും ശുഭസൂചകമായ പ്രതീക്ഷകളോടുകൂടി ഓരോ ദിവസവും തുടങ്ങാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഓരോരുത്തരും, ഞങ്ങളടക്കം, ഞങ്ങൾ മാധ്യമപ്രവർത്തകരടക്കം അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഏറ്റവും നല്ല വാർത്ത, സന്തോഷകരമായ സാഹചര്യം നിങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി. എന്തായാലും ഇപ്പോൾ ഈ കഴിഞ്ഞ വാർത്തകളുടെയൊക്കെ ഒരു അപ്ഡേഷൻസ് ഇന്നിപ്പോൾ വരാനുണ്ട്. മാത്രമല്ല വലിയ ചൂട്, ഉഷ്ണതരംഗത്തിൻ്റെ ഒരു സാധ്യതയാണ് പ്രധാനമായും പ്രവചിക്കുന്നത്. ഉഷ്ണതരംഗം എന്ന് കേൾക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ എന്താണ് ഇതുവരെ നമ്മൾ അനുഭവിക്കുന്ന ചൂടിൽ നിന്ന് എന്താണ് ഈ ഉഷ്ണതരംഗം വരുമ്പോഴുള്ള സാഹചര്യം? അത്ര ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമല്ല. പക്ഷേ നമുക്ക് ജാഗ്രത, ഒരു നിർദ്ദേശം കൃത്യമായി ലഭിക്കുന്നുണ്ട്. ആ ജാഗ്രത നമ്മൾ പാലിക്കുകയും ചെയ്യണം. ഈ സാധാരണ സമതല പ്രദേശങ്ങളിലൊരു 40 ഡിഗ്രി സെൽഷ്യസ്, പിന്നെ ഈ മലയോര മേഖലകളിൽ ഒരു 30 ഡിഗ്രി സെൽഷ്യസ്, ഇതിന് മുകളിലോട്ട് ഈ ചൂട് പോകും. അതൊരു 2 ദിവസത്തോളമൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഉഷ്ണതരംഗം എന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അടക്കം കിട്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ കൃത്യമായി പാലിക്കണം. സൂര്യാഘാതം ഏൽക്കാതിരിക്കാനുള്ള എല്ലാ സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ശരീരത്ത് പൊള്ളലേറ്റ കുഞ്ഞുങ്ങളെയും ആളുകളെയും ഒക്കെ നമ്മൾ കണ്ടതാണ്. പുറത്തിറങ്ങി, ഒന്നാമത് വേനൽ അവധിയാണ്, കുട്ടികൾ പുറത്തിറങ്ങി കളിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാരണങ്ങളെല്ലാം ഈ സാഹചര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായി നിരീക്ഷിക്കണം. അതനുസരിച്ച് കുറച്ച് ദിവസം മുന്നോട്ട് പോവുകയും വേണം. എന്തായാലും ഈ മാസം അവസാനത്തോടുകൂടി വേനൽ മഴ ഉണ്ടാകുമെന്ന ഒരു ശുഭസൂചനയുമുണ്ട്, പ്രതീക്ഷയുമുണ്ട്. വിശദമായ റിപ്പോർട്ടുകളൊക്കെ നോക്കാം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. സംസ്ഥാനത്ത് കൊടും ചൂട്. പാലക്കാട്, തൃശൂർ, കൊല്ലം ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ്. തൃശൂരും കൊല്ലത്തും ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. അംഗനവാടികളിലെ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ നിർദ്ദേശം. ആർഭാടങ്ങളില്ലാതെ തൃശൂർ പൂരം നടത്താനുള്ള നീക്കങ്ങളുമായി തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾ. പൂര വിളംബരം നാളെ. മുണ്ടത്തിക്കോട്ടെ വെടിക്കെട്ട് അപകട സ്ഥലത്ത് ഇന്നും കിടാവ് നായ്ക്കളുടെ സഹായത്തോടെ പരിശോധന തുടരും. DNA പരിശോധനാ ഫലം നാളെ ലഭ്യമാകും. നിതിൻ രാജിന്റെ മരണത്തിൽ ഒളിവിൽ പോയ അധ്യാപകരെ കണ്ടെത്താതെ പോലീസ്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയിട്ടും കേസിൽ നടപടിയില്ല. അധ്യാപകർക്കെതിരെയുള്ള തെളിവുകൾ ബോധപൂർവം മറച്ചുവെച്ചുവെന്ന ആരോപണം. കേസ് അട്ടിമറിക്കാനാണ് ലോൺ ആപ്പ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമെന്ന് നിതിന്റെ രക്ഷിതാക്കൾ. പശ്ചിമേഷ്യയിൽ കടൽ യുദ്ധം രൂക്ഷം. അമേരിക്കയുടെ USS ജോർജ് W. ബുഷ് പടക്കപ്പൽ വ്യൂഹം. പശ്ചിമേഷ്യയിൽ അമേരിക്കൻ ഉപരോധം അവഗണിച്ച് ചരക്ക് കപ്പൽ തീരത്തെത്തിയെന്ന് ഇറാൻ. ഇസ്രയേൽ ലെബനോൺ വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് കൂടി നീട്ടാൻ ധാരണ. വോട്ട് ചെയ്യാൻ പോസ്റ്റൽ ബാലറ്റുകൾ ലഭിച്ചില്ല എന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. സ്ട്രോങ് റൂമുകൾ സീൽ ചെയ്തെന്നും ഇനി പോസ്റ്റൽ ബാലറ്റുകൾ അനുവദിക്കാനാകില്ല എന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ തീരുമാനം ഇന്നുണ്ടായേക്കും. IPL മുംബൈ പരാജയപ്പെടുത്തി 103 റൺസിന് ചെന്നൈയുടെ വിജയം. സഞ്ജു കളിയിലെ താരം. സീസണിൽ മുംബൈയുടെ 5ാമത്തെ തോൽവി. ഇന്ന് ബംഗളൂരു ഗുജറാത്ത് പോരാട്ടം. വിശദമായി തന്നെ നമുക്ക് റിപ്പോർട്ടുകളൊക്കെ നോക്കാം. അതിശക്തമായ ചൂട് ശമനമില്ലാതെ തുടരുന്നതോടെ സംസ്ഥാനം വെന്തുരുകുകയാണ്. 3 ജില്ലകളിൽ ഇന്നും ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഉള്ളത്. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുകയാണ്. എബി, ഗുഡ് മോർണിംഗ്. ചൂട് തന്നെയാണ് പ്രധാന വാർത്ത. ഈ പറഞ്ഞതുപോലെ ഒറ്റപ്പെട്ട മഴയ്ക്ക് അവിടെ ഇവിടെയൊക്കെ പെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും വടക്കൻ ജില്ലകളിലുമൊക്കെ പെയ്യുന്നുണ്ട്. പക്ഷേ ചൂടിനൊട്ടും കുറവില്ല. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മുന്നറിയിപ്പ് ഉഷ്ണതരംഗം ഉണ്ടാകും എന്ന് തന്നെയാണ്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുതിയതായി എന്തൊക്കെയാണ്?
ഗുഡ് മോർണിംഗ്. എന്തായാലും അതിശക്തമായിട്ടുള്ള ചൂടിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ശക്തമായിട്ടുള്ള ചൂട് അനുഭവപ്പെടുന്നു. 3 ജില്ലകളിൽ ഇത്തരത്തിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പും നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. കൊല്ലം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പാലക്കാട് അതിശക്തമായിട്ടുള്ള ചൂട് ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ആ ഘട്ടത്തിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയായിരുന്നു. ഇപ്പോൾ അത് 41ലേക്ക്, അത് 40 കടന്നു പോകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും നമ്മൾ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഒപ്പം തന്നെ സമാനമായ രീതിയിൽ കൊല്ലത്തും തൃശ്ശൂരിലും ഈ നിലയിൽ 40 ഡിഗ്രി അടുത്തേക്ക് ചൂടെത്തുന്ന സാഹചര്യമുണ്ട്. ഒപ്പം കോട്ടയം ഉൾപ്പെടെയുള്ള കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ തുടങ്ങിയിട്ടുള്ള ജില്ലകളിൽ 38 ഡിഗ്രി വരെ ചൂട് ഉയരും എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു ആശ്വാസം തോന്നുന്നത് അത് തിരുവനന്തപുരത്ത് മാത്രമാണെന്നുള്ളതാണ്. 36 ഡിഗ്രി വരെയാണ് ഇവിടെ ചൂട് ഉയരും എന്നുള്ളൊരു കണക്ക് പറയുന്നത്. അതുപോലും നമുക്ക് താങ്ങാൻ കഴിയാത്തൊരു നില തന്നെയാണ്. കാരണം ഇപ്പോൾ സമയം 7 മണി കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ പോലും ഈ ചൂട്, ഈ വെയിലിന് അതിശക്തമായിട്ടുള്ള ചൂടാണ് നമുക്ക് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്ന സാഹചര്യമാണ്. പുറത്തേക്ക്, അതായത് പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾ 3 മണി വരെ, 11 തൊട്ട് 3 മണി വരെ കൃത്യമായിട്ടും ആ ഒരു നിയന്ത്രണം പാലിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്, അദ്ദേഹം നമ്മൾ ലോക്ക്ഡൗണിൽ എങ്ങനെയാണോ കടന്നുപോയത് അതിന് സമാനമായ രീതിയിൽ ഒരു സെൽഫ് ലോക്ക്ഡൗൺ ഉൾപ്പെടെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് വേണം ഈ ഘട്ടത്തെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. കാരണം ആ നിലയ്ക്ക് ശാരീരികമായി വലിയധികം ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെ നേരിടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. നമ്മൾക്ക് ഉഷ്ണതരംഗത്തിൽ, അല്ലെങ്കിൽ ഉഷ്ണതരംഗം എന്നുള്ള വാക്ക് നമ്മൾ ഉത്തരേന്ത്യയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അവിടുത്തെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടൊക്കെയാണ് നമുക്ക് കേട്ട് പരിചയമുള്ളത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ ചൂടുകാലത്തുണ്ടാകുന്ന മരണം, അതും നമുക്കത്ര പരിചയമില്ലാത്ത കാര്യമാണ്. പക്ഷേ അതൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ അതിലൂടെയൊക്കെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എത്രമാത്രം ഗൗരവമുള്ളതാണ് എന്നുള്ളതാണ് ഈ അനുഭവങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ജീവിതക്രമത്തിൽ തന്നെ, അതായത് ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്ന കാര്യത്തിൽ പോലും കൃത്യമായിട്ടുള്ള ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ ഈ പ്രത്യേകമായിട്ടുള്ള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തൃശ്ശൂർ, കൊല്ലം ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഒപ്പം തന്നെ അംഗൻവാടികളുടെ പ്രവർത്തനം, അത് ഒരാഴ്ചത്തേക്ക് അംഗൻവാടിയിലെ കുട്ടികൾ അംഗൻവാടിയിലേക്ക് എത്തേണ്ടതില്ല. അവർക്കുള്ള പോഷകാഹാരം കൃത്യമായും വീടുകളിലേക്ക് എത്തിക്കണം, അതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളൊരു നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അംഗൻവാടികളിലേക്ക് കുട്ടികൾ എത്തേണ്ടതില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാക്കി അതിൻ്റെ നടപടികളൊക്കെ തന്നെ ആ വഴിക്ക് തന്നെ നടക്കും എന്നതും അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ശക്തമായിട്ടുള്ള ചൂട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം 27-ാം തീയതി വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളൊരു ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്ത കൂടി ഇതോടൊപ്പം തന്നെ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. പല സ്ഥലങ്ങളിലും മഴ ഇത്തരത്തിൽ പെയ്യുന്ന സാഹചര്യമുണ്ട്. ഇന്നലെ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ മഴ ലഭിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ടയം ഉൾപ്പെടെ സ്ഥലങ്ങളിലുണ്ടായിരുന്നു. അതിനു മുമ്പ് എറണാകുളത്തുണ്ടായിരുന്നു. അങ്ങനെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ഇങ്ങനെ അത് ഇടിയോടുകൂടിയ മഴയാണ്. അവിടെയും ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. ശക്തമായിട്ടുള്ള ഇടിയുടെ സാഹചര്യം ഉണ്ടെങ്കിൽ ഉറപ്പായും അതിനുള്ള ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി. ശക്തമായിട്ടുള്ള ചൂടിലൂടെ സംസ്ഥാനം കടന്നു പോകുമ്പോൾ ജാഗ്രത കൃത്യമായും പാലിക്കണമെന്ന് തന്നെയാണ് പ്രധാനമായും എടുത്തു പറയുന്ന കാര്യം. തീർച്ചയായും ബേബി, പ്രേക്ഷകരെല്ലാം കേട്ട് കാണുമല്ലോ ബേബി പറഞ്ഞ കാര്യങ്ങൾ. ഈ പറഞ്ഞതുപോലെ പ്രധാനമായും നമ്മൾ നിർജ്ജലീകരണം, ശരീരത്തിൽ ജലാംശത്തിൻ്റെ അളവ് കുറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ 10 മണി മുതൽ 3, 4 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ഒരു 5 മിനിറ്റോളമെങ്കിലും ഒരുപക്ഷെ കണ്ടിന്യൂസ്ലി നമ്മൾ ഈ വെയിലേൽക്കുന്നത്, അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കണം. അങ്ങനെ പുറത്ത് കുട്ടികൾക്കടക്കം അവധി നൽകിയിട്ടുണ്ട്. അവധിക്കാലമാണ്. ഈ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളൊക്കെ പുറത്തേക്ക് കളിക്കാനൊക്കെ ഇറങ്ങുന്ന സമയമാണ്. അത് തീർച്ചയായും മാതാപിതാക്കൾ അവരിലൊരു ശ്രദ്ധ വേണം. നല്ലതുപോലെ ശരീരം കവർ ചെയ്യുന്ന ഡ്രസ്സൊക്കെ ഇട്ട് വേണം ഈ പറഞ്ഞതുപോലെ കളിക്കാനാണെങ്കിൽ കൂടി പുറത്തേക്ക് ഇറങ്ങാൻ. ഈ 4.5 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ അത് മുതൽ ഒരു 6.4 ഡിഗ്രി സെൽഷ്യസ്, ആ ഒരു റേഞ്ചിനകത്ത് താപനില സാധാരണ അളവിനേക്കാൾ പെട്ടെന്ന് കൂടുന്നൊരു സാഹചര്യം, അതിനെയാണ് നമ്മൾ ഈ ഉഷ്ണതരംഗം എന്ന് പറയുന്നത്. സാധാരണ ഇതൊരു 2-3 ദിവസം മാത്രമാണ് നീണ്ടു നിൽക്കുക. ആ ഒരു ചെറിയ കാലയളവിൽ നമ്മൾ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണമെന്ന് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. നമുക്കറിയാം ഈ എൽനിനോ പ്രതിഭാസം, ഒപ്പം ഈ നല്ല ചൂട് പിടിച്ച് കിടക്കുന്ന ഈ ഭൂപ്രതലത്തിലെ വായു, അത് മുകളിലേക്ക്, സാധാരണ നമുക്ക് ഈ വായു മുകളിലേക്ക് പോകുന്നു, അവിടെ തണുത്ത വായു വീണ്ടും കയറുന്നു, അങ്ങനെ ഒരു പ്രതിഭാസമാണ്. പക്ഷേ ആ വായു മുകളിലേക്ക് പോകാതെ അവിടെ തന്നെ തങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം, അതാണ് ഈ ചൂട് ഇത്രയും ഡിഗ്രി സെൽഷ്യസ് കൂടാനുള്ള ഒരു കാരണം. പ്രധാനമായും സൂര്യാഘാതം, സൂര്യാതപം, തലകറക്കം, ക്ഷീണം, ഇതൊക്കെ ഉണ്ടാകും. എല്ലാവരും ശ്രദ്ധിക്കുക, സുരക്ഷിതരായിരിക്കുക.
ഇന്നിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, തൃശ്ശൂർ പൂരം നടത്തിപ്പുമായി എന്തൊക്കെ നടപടികളുമായി മുന്നോട്ട് പോകണം, എന്തൊക്കെയാണ് ഇനി നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ. ആർഭാടങ്ങളില്ലാതെ തൃശ്ശൂർ പൂരം നടത്താനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇരു ദേവസ്വങ്ങളും. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ നാളെ പൂര വിളംബരമാണ്. പക്ഷേ ഈ മുണ്ടത്തിക്കോട്ടെ വെടിക്കെട്ട് അപകടത്തിൻ്റെ ഈ സ്ഥലത്ത് അതൊരു വലിയൊരു വേദനയായി വീഴ്ചയായി നമുക്കുള്ളിൽ തന്നെ നിൽക്കുകയാണെങ്കിലും തൃശ്ശൂർ പൂരം ഈ പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ചരിത്രത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ നിന്ന് ഒട്ടും മാറ്റി നിർത്താനാകാത്ത, അല്ലെങ്കിൽ നമ്മളെല്ലാം കാത്തിരിക്കുന്ന ആ ഒരു പൂരം, അത് ആചാരപരമായിട്ടാണെങ്കിൽ കൂടി കാണാൻ ആവശ്യത്തോടു കൂടിയിരിക്കുന്ന ജനവിഭാഗമാണ്. നമ്മളോടൊപ്പം ചേരുന്നത് ഹരീഷാണ്. ഹരീഷ്, ഗുഡ് മോർണിംഗ്. പൂരം നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ആവേശത്തിലോ നിറത്തിലോ വർണ്ണവിസ്മയത്തിലോ ഒന്നും കാണാൻ സാധിക്കില്ല. എങ്കിലും ആ നടപടികളൊന്നും, ആ ആചാരക്രമങ്ങളൊന്നും നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നിലവിൽ എന്തൊക്കെയാകും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന നടപടിക്രമങ്ങൾ, ആചാരങ്ങൾ, എന്തൊക്കെയാണ് നമുക്കറിയാൻ കഴിയുന്നത്? ഗുഡ് മോർണിംഗ്. ഈ പൂരവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആ ഒരു പൂരമായിരിക്കും തൃശ്ശൂരിൽ ഇത്തവണ നടക്കുക. വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായതാണ്. ഈ പൂരത്തിനെ സംബന്ധിച്ച് ഏറ്റവും കളർഫുള്ളായ രണ്ട് ഇനങ്ങളാണ്, ഒന്ന് വെടിക്കെട്ടും മറ്റൊന്ന് കുടമാറ്റവും. ഈ രണ്ട് ഇനങ്ങളും ഈ ഒരു പശ്ചാത്തലത്തിൽ, ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഈ ഒരു രണ്ടിനങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിൽ വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കി ഈ ഒരു കുടമാറ്റം അതിന്റെ ദൈർഘ്യം കുറച്ചിട്ടുണ്ട്. 1 മണിക്കൂറാണ് സാധാരണ കുടമാറ്റത്തിന്റെ ദൈർഘ്യം, അത് 15 മിനിറ്റാക്കി ചുരുക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ കുടകളുടെ എണ്ണത്തിലും വലിയ രീതിയിലുള്ള കുറവ് ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ഈ വർണ്ണാഭമായ ചടങ്ങുകളെല്ലാം തന്നെ മാറ്റി ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾക്ക് ഭംഗം വരാത്ത രീതിയിൽ അവ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും ഇത്തവണ തൃശ്ശൂർ പൂരം നടത്തുക എന്ന് കഴിഞ്ഞ ദിവസം തന്നെ തീരുമാനമായതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ടാണ് ഇപ്പോൾ ഇരു ദേവസ്വങ്ങളും മുന്നോട്ട് പോകുന്നത്. നാളെയാണ് പൂര വിളംബരം. സാധാരണ ഈ ഒരു സമയമാകുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ആവേശമാണ് നമുക്ക് തൃശ്ശൂരിൽ കാണാൻ സാധിക്കുക. കാരണം പൂരപ്രേമികളടക്കം ഒന്നടങ്കം തൃശ്ശൂർ ഈ ഒരു വടക്കുംനാഥനിലേക്ക് വരികയും ഈ പൂരവുമായി ബന്ധപ്പെട്ട വലിയ ഒരു ആവേശവുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇത്തവണ അത് കുറവായിരിക്കും. കാരണം ഈ ഒരു അപകടം നടന്ന പശ്ചാത്തലത്തിൽ വളരെ ചുരുങ്ങിയ രീതിയിലായിരിക്കും പൂരങ്ങൾ നടത്തുക. പക്ഷേ ചടങ്ങുകൾ കൃത്യമായി തന്നെ നടക്കുകയും വേണം. അത്തരത്തിൽ ഉള്ള ഒരു വെല്ലുവിളി ഇത്തവണ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇരു ദേവസ്വങ്ങളും അതുപോലെ തന്നെ നാട്ടുകാരുടെയും ഒക്കെ ആ സഹകരണത്തോടുകൂടി അത് കൃത്യമായി തന്നെ നടത്താനാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഇന്ന് 24-ാം തീയതി വരെ ദുഃഖാചരണമാണ്. ഈ ദിവസം വരെ പറയെടുപ്പടക്കമുള്ള ചടങ്ങുകളായിരിക്കും ഉണ്ടാവുക. മറ്റ് ചടങ്ങുകൾ നാളെ മുതലാണ്. അതായത് പൂര വിളംബരമാണ് നാളെ. ഈ തെക്കേ ഗോപുരനട തുറന്ന് ഈ ആനപ്പുറത്ത് ഭഗവതി എഴുന്നള്ളുന്ന ആ ഒരു ദൃശ്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. ആ ചടങ്ങുകളൊക്കെയാണ് നാളെ നടക്കേണ്ടത്. പക്ഷേ ആ ഒരു ആരവം, ആ ഒരു ആവേശം ഇത്തവണ എത്രത്തോളം ഉണ്ടാകുമെന്ന് കണ്ടറിയണം. ആളുകൾ ആ ഒരു പൂരമാണെങ്കിൽ പോലും ഉള്ളിൽ ആ വെടിക്കെട്ട് അപകടത്തിന്റെ ആ ഒരു ദുരനുഭവം കിടക്കുന്നത് കൊണ്ട് തന്നെ എത്രത്തോളം ആവേശത്തിലേക്ക് എത്തും എന്ന് നമുക്ക് അറിയില്ല. പക്ഷേ ചടങ്ങുകൾ കൃത്യമായി നടത്തേണ്ടതുണ്ട്. ഹരീഷ്, ഞാൻ ഒരു കാര്യം എടുത്തു ചോദിക്കട്ടെ ഇതിനിടയിൽ കൂടി. ഈ പറഞ്ഞതുപോലെ ഈ മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ മരിച്ചവർ ഇനി കണ്ടെത്താനുള്ളവർ, മരിച്ചവരുടെ ഇനി കണ്ടെത്താനുള്ളവരെ എങ്ങനെ കണ്ടെത്തും? ഒപ്പം എത്ര പേരാണ് കൃത്യമായി അവിടെ ഉണ്ടായിരുന്നതോ മരിച്ചതെന്നോ ഒക്കെ സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോഴും നമുക്ക് ലഭ്യമല്ല. പരിശോധനയൊക്കെ ഇന്നും തുടരുമല്ലോ അല്ലേ? സ്വപ്ന, ഇന്നും ഈ പ്രദേശത്ത് പരിശോധന തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ഇവിടെ നിന്നും ഈ ഒരു ശരീരഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് ഈ അപകടം നടന്ന സ്ഥലത്തു നിന്നും ഏകദേശം 1/2 കിലോമീറ്റർ അപ്പുറത്തുള്ള പാടത്തു നിന്നുമാണ് ചില ശരീരഭാഗങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടെടുത്തത്. അത്രത്തോളം ദൂരത്തേക്ക് ശരീരഭാഗങ്ങൾ ഛിന്ന ഭിന്നമായി തെറിച്ചു പോകുന്ന ഒരു സാഹചര്യമൊക്കെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തിരച്ചിൽ ഇനിയും തുടരേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം ഏതൊക്കെ ഭാഗങ്ങളിലേക്ക് ഇത്തരത്തിൽ ബ്ലാസ്റ്റിനെ തുടർന്ന് ഈ ശരീരഭാഗങ്ങളൊക്കെ
തെറിച്ചു പോയിട്ടുണ്ടോ എന്ന് പറയാനാവില്ല. അതുകൊണ്ട് ആ പ്രദേശം മുഴുവനായിട്ട്, അതായത് ഒരു അളവ് വെച്ചുകൊണ്ട്, ഒരു പരിധി വെച്ചുകൊണ്ട് ആ പ്രദേശം മുഴുവനായിട്ട് ഇനിയും പരിശോധിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കഴിഞ്ഞ ദിവസം 200 പോലീസുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിശോധനയാണ് അവിടെ നടന്നത്. സമാനമായ രീതിയിൽ ഇന്നും വലിയ ഒരു സന്നാഹത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ പ്രദേശം മുഴുവൻ പരിശോധിക്കുന്ന ഒരു നടപടിയായിരിക്കും ഉണ്ടാവുക. ഇനിയും ഇത്തരത്തിലുള്ള റിമൈൻഡ്സ് ഉണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്ത് എത്രയും പെട്ടെന്ന് DNA പരിശോധനയ്ക്ക് അയക്കുക എന്നതടക്കമുള്ള അതന്നെയാണ് ആദ്യം ചെയ്യേണ്ടത്. ഈ വിട്ടുപോയവർ ആരൊക്കെയെന്ന് അവരുടെ ബന്ധുക്കൾക്ക് കൃത്യമായ വിവരം ലഭ്യമാകേണ്ടതുണ്ട്. DNA പരിശോധന അടക്കം മുന്നോട്ട് പോവുകയാണ്. ഇന്നിപ്പോൾ 24-ാം തീയതി വരെയാണ് ദുഃഖാചരണം. അത് സംബന്ധിച്ച് പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എന്തൊക്കെ, ഏത് രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നിപ്പോൾ തീരുമാനമാകും. ചർച്ചകളെല്ലാം നടക്കും. പൂര വിളംബരം നാളെയാണ്. ഹരീഷാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. വിപുലമായ ഒരു തിരച്ചിൽ തന്നെയാണ് എന്തായാലും ഇന്നും നടക്കുക എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇനി കണ്ണൂരിലേക്ക് പോവുകയാണെങ്കിൽ നിതിൻ രാജിൻ്റെ മരണത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നീക്കത്തിൽ അടിമുടി ദുരൂഹതയെന്ന സൂചനകൾ പുറത്തുവരുന്നു. പ്രതികളെ സംരക്ഷിക്കാൻ അന്വേഷണത്തിൽ അട്ടിമറി ഉണ്ടായോ എന്നാണ് സംശയം. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമുള്ള കേസാണ് എടുത്തിരിക്കുന്നത്. അധ്യാപകർക്കെതിരെയുള്ള തെളിവുകൾ ബോധപൂർവം ഒഴിവാക്കിയെന്ന ആരോപണമുണ്ട്. വിവരങ്ങളുമായി ജോസഫ് ചേരുകയാണ്. ജോസഫ്, ഈ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് വഴിമാറി. നിതിൻ്റെ മരണത്തിന് തുടക്കത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ എടുത്തു കാട്ടിയോ അതിൽ നിന്നൊക്കെ ഒരുപാട് വഴിമാറി അന്വേഷണം നീങ്ങുന്ന ഒരു സാഹചര്യം. ഈ ലോൺ ആപ്പുകാരുടെ തലയിൽ ഒരു പക്ഷേ ഈ ഒരു സാഹചര്യം ഈ നിതിൻ്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ കെട്ടിവെക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. സ്വാഭാവികമായും നിതിൻ്റെ കുടുംബത്തെ പോലെയുള്ളവർ നമുക്കുമെല്ലാം ഒരു സംശയം തോന്നുന്നുണ്ട്. എങ്കിൽ കൂടിയും ഈ ലോൺ ആപ്പുകാരുടെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്നും കൃത്യമായ രീതിയിലും ഉദ്യോഗസ്ഥരുടെ ഈ കോളേജ് അധ്യാപകരുടെ ഭാഗത്തു നിന്നും കൃത്യമായ രീതിയിലുള്ള ഒരു ഇൻസൾട്ട് നിതിൻ നേരിട്ടിരുന്നു എന്നത് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സഹപാഠികളടക്കം അത്തരത്തിൽ മൊഴി നൽകിയതാണ്. മാത്രമല്ല ഈ പ്രതികളെ ഇനിയും പോലീസിന് പിടിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ്. അപ്പോൾ ആകെ കൂടി നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെയോ ഒരു പക്ഷേ ഈ ഒരു അന്വേഷണം അട്ടിമറിക്കാനുള്ള അല്ലെങ്കിൽ ലോൺ ആപ്പുകാരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള അങ്ങനെ എന്തെങ്കിലും നീക്കം നടക്കുന്നുണ്ടോ? തീർച്ചയായും ഈ സംഭവത്തിന്റെ ആദ്യഘട്ടം മുതൽക്ക് തന്നെ വലിയ രീതിയിലുള്ള അട്ടിമറി നടന്നതായാണ് ഇപ്പോൾ ആരോപിക്കപ്പെടുന്നത്. അതായത് ഈ സംഭവം നടക്കുന്ന അന്ന് ഈ കേസ് എടുത്തതിന് തൊട്ട് പിന്നാലെ, അസ്വാഭാവിക മരണത്തിന് കേസ് എടുത്തതിന് തൊട്ട് പിന്നാലെ തന്നെ മാനേജ്മെന്റുമായി പോലീസ് സംസാരിച്ചിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിൽ ലോണാപ്പ് പരാതി ടീച്ചർ ഇത്തരത്തിൽ ഈ പോലീസ് അധികൃതർക്ക് നൽകുന്നത്. അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥർ പ്രധാനമായും ലോണാപ്പ് ഭീഷണിയാണ് ഈ മരണത്തിന് കാരണമെന്ന രീതിയിൽ വരുത്തി തീർക്കാനുള്ള ഒരു ഗൂഢശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായി ഇത്തരത്തിൽ തെളിവുകൾ ശേഖരിക്കുന്നതിൽ പോലീസിന് വലിയ രീതിയിലുള്ള ഗുരുതരമായ വീഴ്ച സംഭവിച്ചു. അതായത് ഈ വിദ്യാർത്ഥികളുടെ അടക്കം പ്രധാനപ്പെട്ട മൊഴികളുണ്ട്, അതിൽ പലതും വിട്ടുപോയിട്ടുണ്ട് എന്നാണ് വിദ്യാർത്ഥികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് 2 പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പക്ഷേ നാളിതുവരെ ഏപ്രിൽ 10-ാം തീയതി നിതിൻ രാജ് മരണപ്പെടുന്നതാണ്. അതിനുശേഷം ഇത്രയും ദിവസമായിട്ടും ഈ പ്രതികളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പോലീസിന്റെ മൂക്കിന്റെ തുമ്പത്തുള്ള പ്രതികളെ എന്തുകൊണ്ട് തന്നെ പിടികൂടാൻ സാധിക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും പറയുന്നത്. അതായത് കേസ് രജിസ്റ്റർ ചെയ്ത് പിറ്റേ ദിവസം തന്നെ നോയിഡയിലെത്തി ആപ്പ് അധികൃതരെ അതിസാഹസികമായി പിടികൂടാൻ സാധിച്ച പോലീസിന് എന്തുകൊണ്ടാണ് ഈ 2 അധ്യാപകരെ പിടികൂടാൻ സാധിക്കാത്തതെന്നുള്ള വലിയ രീതിയിലുള്ള ചോദ്യം ഈ ഘട്ടത്തിലും ഉയരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡോക്ടർ രാമനെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും ആ തെളിവുകൾ അവഗണിക്കുന്ന രീതിയിലുള്ള ഒരു അന്വേഷണമാണ് പലപ്പോഴും നടന്നു പോകുന്നത് എന്നുള്ളൊരു ഗുരുതരമായ ഒരു ആരോപണം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് പലപ്പോഴും ഈ ഡോക്ടർ രാം എത്തി നോക്കി പ്രശ്നത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയിരുന്നു. മാത്രമല്ല പരാതി നൽകിയ ടീച്ചർക്ക് അഭിനന്ദനം നൽകുന്ന രീതിയിൽ ഡോക്ടർ രാം പെരുമാറിയിരുന്നു. മാത്രമല്ല പരാതി നൽകണമെന്ന രീതിയിൽ സംസാരിച്ചിരുന്നു. മാത്രവുമല്ല ഈ കാഷ്വാലിറ്റിയിൽ, അതായത് ജീവനൊടുക്കി ഇത്തരത്തിൽ നിതിൻ രാജിന്റെ മൃതദേഹം കാഷ്വാലിറ്റിയിലേക്ക് എത്തിച്ചപ്പോൾ ഈ ഡോക്ടർ രാം പറഞ്ഞത് ഇപ്രകാരമാണ്. അതായത് സെന്റിമെന്റ്സിന് വേണ്ടി ഇത്തരത്തിൽ ചാടിയതായിരിക്കാം എന്നുള്ള രീതിയിൽ ഒരു അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ഡോക്ടർ രാമിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിന്റെ എല്ലാം CCTV ദൃശ്യങ്ങളും മറ്റു ഡിജിറ്റൽ തെളിവുകളും ഉണ്ട്. ഇതൊന്നും പോലീസ് തീർച്ചയായും അത് തന്നെയാണ് ജോസഫ്. നിർണായകമായ ഇത്രയും സൂചനകൾ വിവരങ്ങളൊക്കെ ലഭ്യമായിട്ടും എന്തുകൊണ്ട് ഡോക്ടർ റാം അടക്കമുള്ളവരെ എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു സാഹചര്യമാണ്, ഒരു ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. ജോസഫാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.
ഒരു യുദ്ധം നടക്കുമ്പോൾ ഒരുപക്ഷെ അത് ഒരു സമാധാന കരാറിലേക്കൊക്കെ എത്തണമെങ്കിൽ ഈ യുദ്ധം ചെയ്യുന്ന ഇരു കൂട്ടരും ആദ്യം ഈ സമാധാനത്തിൻ്റെ പാതയിലായിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണ ശ്രമങ്ങൾ, കോപ്പുകൂട്ടൽ, യുദ്ധത്തിനുള്ള കോപ്പുകൂട്ടൽ, ഇതൊക്കെ മാറ്റിവെച്ച് ചർച്ചകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പക്ഷേ പശ്ചിമേഷ്യയിൽ ഇറാനും അമേരിക്കയ്ക്കും ഇടയിൽ ഇതൊന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു യുദ്ധം തീരാതെ അല്ലെങ്കിൽ ഒരു കരാറിലെത്താതെ സമാധാന ചർച്ചകളിലേക്കൊക്കെ എത്താതെ അങ്ങനെ നീണ്ടുപോകുന്നത്. ഒട്ടും ശുഭകരമായ വാർത്തകളല്ല മിഡിൽ ഈസ്റ്റിൽ നിന്നും വരുന്നത്. കടൽ യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യം. അമേരിക്കയുടെ USS ജോർജ് W. ബുഷ് പടക്കപ്പൽ വ്യൂഹം പശ്ചിമേഷ്യയിലെത്തിയതായി അമേരിക്കൻ സൈന്യം അറിയിച്ചിട്ടുണ്ട്. ഇതോടെ ഈ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന കൂറ്റൻ അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ എണ്ണം 3 ആയിട്ടുണ്ട്. USS ജെറാൾഡ് ആർ ഫോർഡും USS എബ്രഹാം ലിങ്കണും നിലവിൽ ഈ മേഖലയിൽ പെട്രോളിംഗ് നടത്തുന്നുണ്ട്. ഈ യുദ്ധക്കപ്പലുകൾക്കൊപ്പം പിന്തുണയ്ക്കായി മറ്റ് നിരവധി സായുധ കപ്പലുകളും മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിനിടെ അമേരിക്കൻ ഉപരോധം മറികടന്ന ചരക്ക് കപ്പൽ ഇറാൻ തീരത്ത് എത്തിയെന്ന് ഇറാൻ മാധ്യമങ്ങളും അറിയിക്കുന്നുണ്ട്. അരിയും സാധനങ്ങളുമായിട്ടുള്ള കപ്പലാണ് എത്തിയത്. ഒരു കപ്പൽ എത്തിയിട്ടുണ്ട് എന്നാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത്. ഹോർമുസിന് പുറത്തും ഉപരോധ നടപടികൾ അമേരിക്ക ശക്തമാക്കിയതിന് പിന്നാലെയാണ് ഇറാൻ്റെ കപ്പൽ തീരമണഞ്ഞത് എന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. ഇറാൻ്റെ കൂറ്റൻ എണ്ണക്കപ്പൽ അമേരിക്ക നേരത്തെ തടഞ്ഞിരുന്നു. ചെറു ബോട്ടുകളെ വെടിവെക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കാട്ടാക്കടയിൽ കുത്തേറ്റ യുവാവ് മരിച്ചു എന്ന വാർത്ത പുറത്തുവരുന്നു. കാട്ടാക്കട എള്ളുവിള സ്വദേശി രാഹുലാണ് മരിച്ചത്. ഇന്നലെ രാത്രി 11 മണിയോടെ കാട്ടാക്കട കിള്ളി രാജശ്രീ ഓഡിറ്റോറിയത്തിന് സമീപം വെച്ച് രാഹുലും മറ്റൊരാളും തമ്മിൽ തർക്കം ഉണ്ടായി. അതിന് പിന്നാലെയാണ് ഈ കത്തിക്കുത്ത് സംഭവം ഉണ്ടായത്. താക്കോൽ കൊണ്ട് ഒരാൾ രാഹുലിൻ്റെ വാരിയലിന് സമീപത്തായി കുത്തി. തുടർന്ന് കാട്ടാക്കട മുമൽ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിലും എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വിവരങ്ങളുമായി എബി ഒരിക്കൽ കൂടി ചേരുകയാണ്. എബി, കാട്ടാക്കടയിൽ കുത്തേറ്റയാൾ മരിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നു. എന്താണ് ഈ സംഘർഷത്തിലേക്കൊക്കെ നയിച്ച ഒരു സാഹചര്യം? ഇന്നലെ 11 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കാട്ടാക്കടയിൽ ഇന്നലെ രാത്രി 11 മണിക്ക് കാട്ടാക്കട കിള്ളി രാജശ്രീ ഓഡിറ്റോറിയത്തിന് സമീപിച്ചാണ് ഈ രാഹുൽ എന്നയാൾക്ക് ഈ കുത്തേൽക്കുന്നത്. അത് കത്തി ഉപയോഗിച്ചല്ല, താക്കോൽ ഉപയോഗിച്ചാണ് കൂടെ ഉണ്ടായിരുന്നയാൾ കുത്തിയത് എന്നുള്ളതാണ്. ഇവർ തമ്മിൽ സംഘർഷമുണ്ടായി. അവിടെ വെച്ച് ബാറിൽ വെച്ച് ഇതിനു മുമ്പ് ഇവർ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ആ സംഘർഷം വഴിയിലേക്ക് എത്തുകയും അവിടെ വെച്ച് ഇത്തരത്തിൽ രാഹുലിന് ഈ താക്കോൽ ഉപയോഗിച്ചുള്ള കുത്ത് ഏൽക്കുകയും ചെയ്യായിരുന്നു. വാരിയലിൻ്റെ ഭാഗത്താണ് കുത്തേറ്റത്. ഈ പരിക്ക് പറ്റിയതിനെ തുടർന്ന് വളരെ വേഗം തന്നെ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇയാളെ എത്തിച്ചിരുന്നു. പക്ഷേ അവിടെ നിന്ന് പിന്നെ വീണ്ടും മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി. പക്ഷേ ജീവൻ രക്ഷിക്കാൻ ആയില്ല എന്നുള്ളതാണ്. എന്തായാലും ഇത് ആരാണ് ഈ കുത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് പോലീസ് അന്വേഷിച്ച് വരികയാണ്. അയാളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള സൂചനകൾ ലഭിച്ചിട്ടില്ല. ഇതിനു മുമ്പും ഈ 2 ദിവസം മുമ്പ് ഇവർ തമ്മിൽ ഇത്തരത്തിലൊരു തർക്കമുണ്ടാവുകയും സംഘർഷത്തിലുണ്ടാവുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. കാട്ടാക്കട രാജശ്രീ ഓഡിറ്റോറിയത്തിനും നെയ്യാർ മെഡിസിറ്റിക്കും ഇടയിൽ വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. എന്തായാലും പോലീസ് പ്രതിക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. എബിയാണ് വിവരങ്ങൾ നൽകിയത്. ഈ ബാറിലുണ്ടാകുന്ന തർക്കം അതിന് പുറത്തേക്ക് വ്യാപിക്കുന്നത് ഇതിപ്പോൾ 2ാമത്തെ സംഭവമാണ് ഈ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം വിഴിഞ്ഞത്തെ സുമൻ എന്ന യുവാവ് ബാറിലുണ്ടായ തർക്കത്തെ തുടർന്ന് അത് ബാറിന് പുറത്തേക്ക് വന്നു. ആ തർക്കം അടിപിടിയിൽ കലാശിച്ച് സുമനെ സഹോദരങ്ങൾ തല്ലിക്കൊന്നത് നമ്മൾ കണ്ടതാണ്. സമാനമായി ഇപ്പോൾ താക്കോൽ കൊണ്ട് കുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ പറഞ്ഞതുപോലെ ഒരാളുടെ മരണത്തിലേക്ക് വാക്കില്ലാതെ ഒരിടത്ത് ഒരു കുത്തുകൊണ്ടാൽ അത് മരണത്തിലേക്ക് തന്നെ എത്തുന്ന ഒരു സാഹചര്യം. അതാണ് നമ്മളിവിടെ കാണേണ്ടത്. എബിയാണ് വിവരങ്ങളുമായി ചേർന്നത്. പേരാമ്പ്രയിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്ന അതിസുരക്ഷയുള്ള സ്ട്രോങ് റൂമിനടുത്ത് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയത് മെറ്റീരിയൽ റൂം തുറന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നിയമ നടപടികളിലേക്ക് നീങ്ങുന്നു എന്ന വിവരമാണ് രാകേഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. രാകേഷിലേക്ക് തന്നെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാം. രാകേഷ്, ഈ പേരാമ്പ്രയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായി എന്ന തരത്തിൽ തന്നെയാണ് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് വന്നത്. എന്തായാലും UDF ഈ ഒരു വിഷയം ഒരു സജീവമായി തന്നെ നിലനിർത്താനുള്ള നീക്കത്തിലാണല്ലേ?
തീർച്ചയായും സ്വപ്ന പറഞ്ഞതുപോലെ തന്നെയാണ്. പോളിംഗ് രേഖകൾ സൂക്ഷിച്ച സീൽ ചെയ്യാത്ത മുറിയാണ് സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ തുറന്നത് എന്നുള്ളതാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. അതേസമയം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഉൾപ്പെടെ കേസ് ഫയൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത്. ഫോം 17C പ്രകാരം പുരുഷ വോട്ടർമാർ, ഒപ്പം തന്നെ വനിതാ വോട്ടർമാർ, പ്രവാസി വോട്ടർമാർ എന്നിങ്ങനെയുള്ള വിവരങ്ങൾ ക്രോഡീകരിച്ച് രേഖപ്പെടുത്താൻ വിട്ടുപോയ റിട്ടേണിംഗ് ഓഫീസർ ഇക്കാര്യങ്ങൾ വീണ്ടെടുക്കാനായാണ് റിസർവ് റൂം, മെറ്റീരിയൽ റൂം എന്ന് പറയുന്ന ഈ മുറി തുറന്നിട്ടുള്ളത് എന്നാണ് നൽകുന്ന വിശദീകരണം. അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് UDF വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകുന്ന സമയം തന്നെയാണ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. റിട്ടേണിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നുള്ളതാണ് UDFന്റെ ആവശ്യം. എൻകോർ സോഫ്റ്റ്വെയറിലെ വിവരങ്ങൾ പരിശോധിച്ച് അന്തിമമായി പ്രൂവ് ചെയ്യേണ്ട തീയതി ഏപ്രിൽ 20 ആയിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ജില്ലാ കലക്ടർ ഏജന്റുമാരെ അറിയിച്ചുകൊണ്ട് മുറി തുറന്നിട്ടുള്ളത് എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ UDFനകത്തും ഇത് സംബന്ധിച്ച ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. ഫാത്തിമ തെഹലിയയെ നേരത്തെ തന്നെ ഈ വിഷയം അറിയിച്ചിരുന്നു. എന്നാൽ അവർ UDF നേതൃത്വത്തെയോ മുസ്ലിം ലീഗ് നേതൃത്വത്തെയോ അറിയിക്കുന്നതിൽ കാലതാമസം വന്നു എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ UDFനകത്തും പുകയുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വന്നു. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് UDF കോടതിയിലേക്ക് നീങ്ങുന്നത്. രാഗേഷാണ് വിവരങ്ങളുമായി ചേർന്ന് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു റിപ്പോർട്ട് കൂടിയുണ്ട്. വോട്ട് ചെയ്യാൻ പോസ്റ്റൽ ബാലറ്റുകൾ ലഭിച്ചില്ല എന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഹർജി ഇന്നിപ്പോൾ ഹൈക്കോടതിയിലെത്തുകയാണ്. സ്ട്രോങ് റൂമുകൾ സീൽ ചെയ്തുവെന്നും ഇനി പോസ്റ്റൽ ബാലറ്റുകൾ അനുവദിക്കാനാകില്ല എന്നുമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. വിവരങ്ങളുമായി കിരൺ ചേരുകയാണ്. കിരൺ, ഈ സൂചിപ്പിച്ചതുപോലെ ഏത് സാഹചര്യത്തിലും ഈ ഉദ്യോഗസ്ഥർ വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് ഹൈക്കോടതി അന്ന് പോളിംഗ് ഡേ രാവിലെ തുടക്കത്തിൽ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഇനിയിപ്പോൾ അത് ചെയ്യാൻ സാധിക്കില്ല, എല്ലാം സീൽ ചെയ്തു എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുമ്പോൾ ശരിക്കും അവരുടെ ഒരു മൗലിക അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഓരോ ഉദ്യോഗസ്ഥരുടെയും. ഇതിപ്പോൾ ഏത് രീതിയിൽ കോടതി കൈകാര്യം ചെയ്യും, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഒരു നിലപാട് കോടതി എടുക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്? സ്വപ്ന, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായിട്ട്, ഈ ബാലറ്റ് വോട്ട് ചെയ്യാനായിട്ട് അവസരം ലഭിച്ചില്ല എന്ന കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 3 സർക്കാർ ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ള ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നത്. കുറ്റിയാടി മേഖലയിൽ ജോലി ചെയ്തിരുന്ന, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അന്ന് പ്രവർത്തിച്ചിരുന്ന ഉദ്യോഗസ്ഥരാണ് ഇവരാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത്. ഈ ഹർജി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പരിഗണിക്കുകയുണ്ടായിരുന്നു. ഇവർ പ്രധാനമായിട്ടും ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്ന കാര്യം, ഇവർക്ക് വോട്ട് ചെയ്യുന്നതിന്, പോസ്റ്റൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള മറ്റ് ഫോമുകൾ അടക്കമുള്ള കാര്യങ്ങൾ കിട്ടിയില്ല എന്നുള്ളൊരു ആരോപണമാണ് ഉന്നയിച്ചിരുന്നത്. എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇതിൽ ഹൈക്കോടതി വിശദീകരണം ചോദിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകുകയും ചെയ്തിരുന്നതാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള വിശദീകരണം എന്നുള്ളത്, 2 ഉദ്യോഗസ്ഥർ ഇവർ കൃത്യമായിട്ട് ഫോം പൂരിപ്പിച്ച് നൽകിയില്ല, മറ്റൊരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ഫോം നൽകുന്നതിൽ വീഴ്ച വന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ളൊരു മറുപടിയായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നത്. മാത്രവുമല്ല, ഇനി ഇവർക്ക് വോട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയുണ്ടായിരുന്നു. ഈ സ്ട്രോങ് റൂമുകളൊക്കെ സീൽ ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഇനി പോസ്റ്റൽ വോട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ന് ഹർജി വീണ്ടും പരിഗണിക്കുകയാണ്. പ്രധാനമായിട്ടും ഹർജിക്കാർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, തങ്ങൾക്ക് മാത്രമല്ല മറ്റു ചിലർക്കും വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ പോസ്റ്റൽ വോട്ടിൻ്റെ ഫോമുകൾ ലഭിച്ചിട്ടില്ല. തങ്ങളുടേതല്ലാത്ത കാരണത്താൽ തങ്ങൾക്ക് വോട്ട് നിഷേധിക്കപ്പെടുന്നു എന്നുള്ളൊരു ആരോപണം തന്നെയാണ് പ്രധാനമായിട്ട് ഉന്നയിച്ചിരുന്നത്. നേരത്തെ തന്നെ ഈ ഒരു ആരോപണവുമായിട്ട് പല സർക്കാർ ഉദ്യോഗസ്ഥരും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നതാണ്. ആ സമയത്ത് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അറിയിച്ചിരുന്നത്, അന്ന് തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതിന് മുൻപായി തന്നെ ഇവർക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകും എന്നുള്ളൊരു കാര്യമാണ്. ഏതായാലും അത് ഒരുക്കി നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു അവകാശവാദത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. ഇന്ന് ഏതായാലും ഹർജി വീണ്ടും പരിഗണിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ഹൈക്കോടതി എന്ത് നിലപാടെടുക്കും എന്നുള്ളത് തന്നെയാണ് കണ്ടറിയേണ്ടത്. സ്വപ്ന, തന്നെയാണ് ഇവരും വിട്ടുനോക്കുന്നത്. ഹൈക്കോടതി ഇക്കാര്യത്തിൽ എന്ത് നിലപാട് എടുക്കും തന്നെയാണ് നമുക്ക് അറിയേണ്ടത്. ഇനി സാധാരണ ജനങ്ങളെ, ഈ തീരദേശവാസികളെ, ഒപ്പം ഈ ട്രെയിൻ യാത്രക്കാരെ, ക്ഷീരകർഷകർ, ഇങ്ങനെ നമുക്കിടയിലുള്ള സാധാരണ ഇടത്തരക്കാരെയൊക്കെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് റിപ്പോർട്ടുകൾ വരാനുണ്ട്. നമുക്കൊന്നും ഇതുവരെ അത്ര പരിചിതമല്ലാത്ത ഒരു കാലാവസ്ഥ
അടുത്ത ഘട്ടത്തിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം കേരളം കടന്നു പോകുന്നത്. എന്തായാലും വലിയ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. ഭക്ഷണക്രമത്തിലുൾപ്പെടെ ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ് എന്നൊക്കെ പറയുകയാണ് ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ പ്രവീൺ. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. മലയാളികൾക്ക് അത്രമാത്രം പരിചിതമല്ലാത്ത ഒരു പ്രത്യേകതരം കാലാവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിശക്തമായിട്ടുള്ള ചൂടാണ്. ഈ ചൂടിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധിയായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ അധികൃതരുടെ ഭാഗത്ത് നമുക്ക് നൽകുന്നുണ്ട്. ഏതെല്ലാം തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും ഒപ്പം തന്നെ നമ്മൾ കടന്നു പോകുന്ന ഈ ഒരു കാലാവസ്ഥ എത്രമാത്രം ഗുരുതരമാണ് എന്നതിനെക്കുറിച്ച് ഡോക്ടർ പ്രവീൺ നമ്മളോട് സംസാരിക്കുകയാണ്. ഡോക്ടർ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരു നമുക്ക് പരിചിതമല്ല ഈ ഒരു കാലാവസ്ഥ. അപ്പോൾ ഏതെല്ലാം രീതിയിലുള്ള പ്രതിരോധ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള രോഗങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും കേരളത്തിന് ഒരു പരിചിതമല്ലാത്ത ഒരു ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ചൂട് മൂലം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ഒരു 5 വർഷത്തിനകത്താണ് ഞങ്ങൾ പോലും ഡോക്ടേഴ്സ് പോലും ഇങ്ങനെയുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂട് മൂലമുള്ളത്, ഹീറ്റ് സ്ട്രോക്ക് അല്ലെങ്കിൽ സൂര്യാഘാതം പോലുള്ള കേസുകൾ കേരളത്തിൽ കൂടുതലായിട്ട് കാണാൻ തുടങ്ങി. നമ്മൾ നേരത്തെ ഉത്തരേന്ത്യയിലൊക്കെ ഇങ്ങനെ കേസുകൾ കൂടുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഈ ഒരു കഴിഞ്ഞ 5 വർഷത്തിനകത്ത് തന്നെയാണ് ഇങ്ങനെയുള്ള കേസുകൾ കൂടാൻ തുടങ്ങിയത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ചൂട് കൂടുതലുള്ള സ്ഥലങ്ങളുമായിട്ടുള്ളൊരു പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഈർപ്പം അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏൽക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിന് അനുഭവപ്പെടുന്ന ചൂട് നമ്മൾ ഒഫീഷ്യലി റെക്കോർഡ് ചെയ്യുന്ന ചൂടിനേക്കാൾ വളരെയധികം കൂടുതലായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ 35 ഡിഗ്രി സെൽഷ്യസ് ആണ് തിരുവനന്തപുരത്തെ ഇന്നലത്തെ ചൂട് എങ്കിൽ ശരിക്കും ഇവിടെ ഹ്യൂമിഡിറ്റി ഒരു 60% ഉണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിന് അനുഭവപ്പെടുന്ന ചൂട് അതിന് നമ്മൾ ഹീറ്റ് ഇൻഡെക്സ് എന്നാണ് പറയുന്നത്. ഹീറ്റ് ഇൻഡെക്സ് ശരിക്കും 45 ആയിരിക്കും. അപ്പോൾ 45 ഹീറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു അതീവ ഗുരുതരമായ ഒരു അവസ്ഥ തന്നെയാണ് ശരിക്കും ഉള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് സംഭവിക്കുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോർമലി നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ചൂടെന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അത് നിയന്ത്രിക്കാനുള്ള കുറച്ച് ഒരു ഓട്ടോമേറ്റഡ് മെക്കാനിസം നമ്മുടെ ശരീരത്തിൽ ബ്രെയിനിലൊക്കെ ഉണ്ട്. അപ്പോൾ ചൂട് ഒരു പരിധിയിൽ കൂടുതൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരം തണുപ്പിക്കുന്നത് തന്നെ ഒന്ന് വിയർത്തിട്ടാണ്. അപ്പോൾ ഈ ഹ്യൂമിഡിറ്റി ഇവിടെ കേരളത്തിൽ കൂടുതലായതുകൊണ്ട് നമുക്ക് ഈ വിയർപ്പ് ഇവാപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബാഷ്പീകരിച്ച് പോകുമ്പോഴാണ് നമ്മുടെ ശരീരം തണുക്കുന്നത്. അപ്പോൾ ഹ്യൂമിഡിറ്റി കൂടുതലാകുമ്പോൾ നമ്മുടെ ഈ ഒരു മെക്കാനിസം, നമ്മുടെ ഒരു കൂളിംഗ് മെക്കാനിസം കംപ്ലീറ്റ്ലി ഫെയിലായിപ്പോൾ അല്ലെങ്കിൽ അത് നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഈ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ നമ്മൾ ഗുരുതരമായിട്ടുള്ള ചൂട് കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കേരളത്തിൽ കാണുന്നത്. പണ്ടൊക്കെ പുറത്തിറങ്ങി ജോലി ചെയ്യുന്ന ആളുകൾ ശരിക്കും വലിയ ആളുകളുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഈ പ്രതിരോധത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങളെയാണല്ലോ. തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മൾ കൂടുതൽ വൾണറബിൾ ഗ്രൂപ്പുകൾ പറയുന്നത് ഒന്ന് പ്രായമുള്ളവരും പിന്നെ കുട്ടികളും. അതിലുപരി ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ റിസ്ക്. കുട്ടികൾക്ക് റിസ്ക് കൂടുതലാണ്. അവരുടെ ഈ പറഞ്ഞ പോലെ ശരീരത്തിലെ ഒരു തെർമോ റെഗുലേറ്ററി മെക്കാനിസം ഒന്നും അത്രയും ഡെവലപ്ഡ് ആവാത്തതുകൊണ്ട് തന്നെ അവർക്ക് റിസ്ക് കൂടുതലാണ്. പക്ഷെ അതിൽ കൂടുതൽ ഇപ്പോൾ തോന്നുന്നു അപകടം കൂടുതൽ കാണുന്നത് ഈ പുറത്ത് ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ നേരിട്ട് വെയിലേൽക്കുന്ന ജോലികൾ ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സൂക്ഷിക്കേണ്ടതും. അതുകൊണ്ട് തന്നെയാണ് ഈ 11 മണി തൊട്ട് 3 മണി വരെ നമ്മൾ ഈ നേരിട്ട് വെയിലേൽക്കുന്ന ജോലികൾ തീർച്ചയായിട്ടും ഒഴിവാക്കണം. അത് തണലത്ത് നിന്ന് ജോലി ചെയ്യാനുള്ള അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ നോക്കണം എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ നമുക്ക് ഈ സൂര്യാതാപം ഏറ്റിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ശരീരം അതിനൊരു ലക്ഷണങ്ങൾ കാണിക്കുമല്ലോ. അത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയും? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ചൂടേറ്റുള്ള ചൂട്, കുരു, പൊള്ളൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് സാധാരണഗതിയിൽ നടക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പരിധിയിൽ കൂടുതൽ, പ്രത്യേകിച്ച് 40 ഡിഗ്രിയിൽ കൂടുതൽ ശരീരത്തിൻ്റെ ചൂട് കൂടി കഴിയുമ്പോഴാണ് ഹീറ്റ് എക്സോഷൻ അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് എന്നൊക്കെ പറയുന്ന ഗുരുതരാവസ്ഥയിലോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കൂടുതലായിട്ടും നമുക്ക് കൂടുതലായിട്ട് തളർച്ച അനുഭവപ്പെടുക. പെട്ടെന്ന് വെയിലത്തൊക്കെ നിന്ന് ജോലി ചെയ്യുന്നവർക്ക് സാധാരണ ഉള്ളതിൽ കൂടുതൽ തളർച്ച അനുഭവപ്പെടുന്നെങ്കിൽ ഇത് ഈ ചൂട് കൂടിയിട്ടുള്ള ഒരു പ്രശ്നമാണെന്നൊരു ചിന്ത എപ്പോഴും നമുക്ക് ഈ ഒരു കാലാവസ്ഥയിൽ വളരെ പ്രധാനമാണ്. അപ്പോൾ തന്നെ നമ്മൾ തണലത്തേക്ക് മാറുകയും വെള്ളം കൂടുതൽ കുടിക്കുകയൊക്കെ വേണം. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓർഗൻസിൻ്റെ ഫംഗ്ഷനെ അഫക്റ്റ് ചെയ്ത് തുടങ്ങും. അപ്പോഴാണ് നമുക്ക് ഈ ബോധക്ഷയം, ഈ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളിലോട്ട് പോകുന്നത്. അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്ത് അല്ലെങ്കിൽ അത് തടയുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്ഷീണം തോന്നി തുടങ്ങുന്ന സമയം തന്നെ അല്ലെങ്കിൽ ഒരു കടുത്ത തലവേദന ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ തോന്നി തുടങ്ങുന്ന സമയം തന്നെ സ്വയം അത് മനസ്സിലാക്കുകയും മറ്റുള്ളവരാർക്കെങ്കിലും അങ്ങനെ ഒരു ലക്ഷണങ്ങൾ ചൂടത്ത് നിന്ന് തോന്നുന്നെങ്കിൽ അവരെ ഈ പറയുന്ന പോലെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം കൂടി നമുക്ക് ഈ ഒരു സമയത്ത് കൂടുതലായിട്ടുണ്ട്.
തീർച്ചയായും നമ്മൾ കടന്നു പോകുന്ന അവസ്ഥയുടെ ഗൗരവം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ലോക്ക്ഡൌണിൽ നമ്മൾ എങ്ങനെ കടന്നുപോയോ ആ നിലയ്ക്ക് തന്നെ കടന്നു പോകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഓർമ്മപ്പെടുത്തുന്നതും. എന്തായാലും ശക്തമായിട്ടുള്ള ചൂട്, ഉഷ്ണതരംഗ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്ന സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് ഈ ജാഗ്രത എല്ലാവരും പാലിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കാനുള്ളത്. ക്യാമറമാൻ സുരേഷിനൊപ്പം എബി ജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം. മഞ്ചേശ്വരം കണ്ണുതീർത്ത കടപ്പുറത്ത് കടൽഭിത്തി നിർമ്മിക്കാത്തതിൽ തീരദേശവാസികളുടെ പ്രതിഷേധം ശക്തമാവുകയാണ്. കഴിഞ്ഞ മഴക്കാലത്തുണ്ടായ കടൽക്ഷോഭത്തിൽ തീരദേശ റോഡും വിശ്രമ കേന്ദ്രങ്ങളും അടക്കം തകർന്ന ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചിരുന്നു. ജില്ലാ കളക്ടറും എംപിയും ഉൾപ്പെടെ സ്ഥലം സന്ദർശിച്ചതല്ലാതെ മറ്റ് നടപടികൾ ഉണ്ടായില്ല. കണ്ണുതീർത്ത കടപ്പുറത്ത് കലിതുള്ളി വന്ന കടൽ തകർത്തെറിഞ്ഞ വിശ്രമ കേന്ദ്രങ്ങളാണ് ഈ കാണുന്നത്. മഴക്കാലത്തെ ശക്തമായ തെരയിടിച്ചിലുണ്ടായത് ലക്ഷങ്ങളുടെ വൻ നാശനഷ്ടം. വിനോദസഞ്ചാരികൾക്കായി ഒരുക്കിയ വിശ്രമ കേന്ദ്രങ്ങൾക്കൊപ്പം നിർമ്മാണം നടന്നുവരുന്ന ശുചിമുറികളടങ്ങിയ കെട്ടിടത്തിന്റെ പിൻഭാഗങ്ങളും തകർന്ന നിലയിൽ കാണാം. ഇതിനെല്ലാം കാരണം മഞ്ചേശ്വരം ഹാർബർ മുതൽ തലപ്പാടി കടപ്പുറം വരെ നീളുന്ന 3.5 കിലോമീറ്റർ വരുന്ന തീരദേശത്ത് കടൽ ഭിത്തി ഇല്ലാത്തതെന്ന് നാട്ടുകാർ പറഞ്ഞു. വരുന്ന മഴക്കാലത്തോടെ കടൽ കരകയറി വന്ന് തീരദേശ റോഡ് പൂർണ്ണമായും തകരുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. കണ്ണുതീർത്ത കടപ്പുറത്ത് വിശ്രമ കേന്ദ്രങ്ങൾ തകർന്നതിനൊപ്പം 1/2 കിലോമീറ്റർ ദൂരത്തിൽ കടൽക്ഷോഭത്തിൽ തകർന്ന തീരദേശ റോഡും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി. ജില്ലാ കലക്ടറും എംപിയും അടക്കം സ്ഥലം സന്ദർശിച്ചതല്ലാതെ യാതൊരു തുടർ നടപടികളും ഉണ്ടായില്ലെന്ന് പരാതി പറഞ്ഞു. മതകാലത്ത് നമ്മളെ MP വന്ന്, MLA വന്ന്, കളക്ടർ വന്ന് എല്ലാവരും വന്നിട്ട് നോക്കിയിട്ട് പോകുന്നുള്ളത് എന്തോ ഒരു വ്യവസ്ഥ ഇവിടെ കാക്കിയിട്ടില്ല. അവർ വേറെ എന്താക്കുന്നു, നമ്മളിപ്പോൾ കാക്കുന്നു. ഇനി മതല വരം ബതിയൊക്കെ പോകുന്നു. ഇത് വേറെ എന്താമില്ല. ഇനി റോഡ് പോകും. ആ സൈഡിൻ്റെ റോഡെല്ലാം പോയിനി. ഇനി ഈ സൈഡിൻ്റെ റോഡ് ജൂൺ ആകുമ്പോഴേക്ക് പോകും. അത്രേ ഉള്ളത്. ഇവിടെ ആരും പറഞ്ഞിട്ട് എന്തോ ഒരു വ്യവസ്ഥയില്ല ഇവിടുത്തെ നാട്ടുകാർക്ക്. ഇനിയിപ്പോൾ മുന്നേക്ക് ഇതേ കടൽ ഇനിയിപ്പോൾ മുന്നേക്ക് വരുന്നു. കടൽ ഇടന്നുണ്ട്, നാളെ ബദ്യനുണ്ട്. അപ്പോൾ കടൽ ഇനിയും ആക്രമിക്കും. അത് ആക്രമിച്ചെങ്കിൽ തന്നെ പാർക്കല്ല, ഞങ്ങൾ ഈ റോഡും പോകുന്നു. ഇപ്പോൾ ഈ കൊല്ലം ഈ റോഡും പോകുന്നത് അത് തീർച്ചയാണ്. വീണ്ടും ഒരു മഴക്കാലവും കടൽക്ഷോഭങ്ങളും ഉണ്ടാകാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തീരദേശ ജനതയോട് പുലർത്തുന്ന അവഗണനയുടെ നേർക്കാഴ്ചയായി മാറുകയാണ് മഞ്ചേശ്വരം കണ്ണുതീർത്ത കടപ്പുറം. കണ്ണുതീർത്ത കടപ്പുറത്ത് കടലാക്രമണം ചെറുക്കുവാൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയുമില്ല. കഴിഞ്ഞ മഴക്കാലത്ത് തകർന്ന വിശ്രമ കേന്ദ്രങ്ങളാണ് ഈ കാണുന്നത്. ക്യാമറമാൻ സതീഷ് ഉദമയ്ക്കൊപ്പം മഞ്ചേശ്വരം കണ്ണുതീർത്ത കടപ്പുറത്ത് നിന്നും അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്. കോഴിക്കോട് നിന്നും വൈകിട്ട് 6:30-ക്ക് ശേഷം കണ്ണൂർ ഭാഗത്തേക്ക് ട്രെയിനില്ലാതെ വലയുകയാണ് സ്ഥിരം യാത്രക്കാർ. 6:30 കഴിഞ്ഞാൽ പിന്നീട് 10:25 മാത്രമാണ് ആ റൂട്ടിൽ ട്രെയിൻ സർവീസ് ഉള്ളത്. വൈകിട്ട് 6:30 മുതൽ 9:30 വരെ മെയിൻ്റനൻസ് ടൈമാണെന്നാണ് റെയിൽവേയുടെ വാദം. 6:30 കോയമ്പത്തൂർ കണ്ണൂർ പ്രതിദിന എക്സ്പ്രസിന് ശേഷം 10:25 ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് മാത്രമാണ് കണ്ണൂർ ഭാഗത്തേക്ക് ഉള്ളത്. പുലർച്ചെ 12:20 ദിവസവും ഏതെങ്കിലും ഒരു ദീർഘദൂര വണ്ടിയുമുണ്ടാകും. കണ്ണൂരിനപ്പുറത്തേക്കുള്ള യാത്രക്കാർക്ക് ഈ ട്രെയിനോ പുലർച്ചെ 1:30 വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസോ മാത്രമാണ് ആശ്രയം. 6:05 നേത്രാവതി എക്സ്പ്രസ് പോയി കഴിഞ്ഞാൽ പിന്നീട് 12:20 വരെ കാത്തിരിക്കണം. 6:30 ഇവിടുന്ന് ഒരു വണ്ടി കണ്ണൂർക്ക്, കോയമ്പത്തൂർ നിന്ന് വരുന്ന വണ്ടി കണ്ണൂർക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ 10:20 വണ്ടി 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കോഴിക്കോട് നിന്ന് വടക്കോട്ട് ട്രെയിനുള്ളത്. ഓഫീസ് ടൈമും കഴിഞ്ഞ് മറ്റു കാര്യങ്ങളും കഴിഞ്ഞാൽ പോകുന്ന ഏറ്റവും അനിവാര്യ സമയത്ത് പരശുരാം 5 മണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ട്രെയിനില്ല. ഇതെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതിന് ഒരുപാട് കാര്യങ്ങൾ റെയിൽവേക്ക് ചെയ്യാൻ കഴിയും. ഷൊർണൂർ കണ്ണൂർ മെമു വൈകിട്ടോടിയാൽ യാത്രക്കാരുടെ യാത്രാ പ്രശ്നത്തിന് പരിഹാരമാകും. കൂടാതെ 7 മണിക്ക് ശേഷം കോഴിക്കോട് നിന്ന് കണ്ണൂർ വരെയും ഒരു മെമു സർവീസ് വന്നാൽ യാത്രക്കാർക്ക് അതും ഒരു വലിയ ആശ്വാസമാകും. പുതിയ ട്രെയിൻ അനുവദിക്കുന്നില്ല, നിലവിൽ ട്രെയിനിൽ ബോഗി കൂട്ടുന്നില്ല. അഥവാ വല്ല സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിച്ചാൽ തന്നെ 2 ദിവസം മുമ്പ് അത് പ്രഖ്യാപിക്കുക. അത് ജനങ്ങൾ വേണ്ടത്ര അറിയുകയും ചെയ്യുന്നില്ല. ആ കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നു. ജനങ്ങളുടെ കാര്യത്തിൽ ബുദ്ധിമുട്ട്, യാത്രക്കാർ വണ്ടിക്ക് കല്ലെറിയുക, ഇതെല്ലാമായിട്ട് വളരെ ദുരിതയാത്രയായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിന് അടിയന്തര പരിഹാരം കാണാൻ അവസാനം യാത്രക്കാർ റോഡിൽ കയറേണ്ട ഒരു അവസ്ഥ വരുത്തരുതെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അമൃത ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാനത്തെ ഉയർന്ന താപനില ക്ഷീര കർഷകരെ ദുരിതത്തിലാക്കുകയാണ്. പാൽ ഉൽപാദനം കുറഞ്ഞതോടെ സൊസൈറ്റിയിൽ നൽകാൻ പോലും പാൽ ലഭിക്കാത്ത അവസ്ഥയിലാണ് കർഷകർ നേരിടുന്നത്. കനത്ത ചൂട് ക്ഷീരകർഷക മേഖലയ്ക്ക് വൻ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്.
നേരത്തെ 10 ലിറ്റർ പാൽ വരെ നൽകിയിരുന്ന പശുക്കൾ നിലവിൽ 3 ലിറ്റർ പാൽ മാത്രമേ ചുരത്തുന്നുള്ളൂ. ഈ തിരിച്ചടിയിൽ എന്ത് ചെയ്യണമെന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് ക്ഷീരകർഷകർ. ഇത്രേ പാല് കിട്ടുന്നുള്ളൂ. ചൂട് കൊണ്ടാണ് എനിക്ക് ഇത്രയും പാൽ അനുഭവപ്പെടുന്നത്. ഇത്രയെല്ലാ പാലും എനിക്ക് കിട്ടാറുള്ളത്. വൈകുന്നേരം ആകുമ്പോൾ ഈ ബക്കറ്റ് ഫുള്ളാണ് ഉണ്ടാവുക. രാവിലെ ആകുമ്പോൾ ഈ ബക്കറ്റിലെല്ലാം ഇറക്കുക. വേറൊരു പാത്രത്തിലാണ് കറക്കുക. ഞാൻ ഇപ്പോൾ ഈ പാത്രം എടുത്തതാണ് ചൂടുകൊണ്ട്. 35 വർഷമായി ക്ഷീരകർഷക കുടുംബമാണ് ബേപ്പൂർ സ്വദേശി പ്രഭയുടേത്. എന്നാൽ ഒരു പശുവിൽ നിന്ന് 3 ലിറ്റർ പാൽ മാത്രം ലഭിക്കുന്ന ദുരവസ്ഥ ഇതാദ്യമായാണ്. സൊസൈറ്റികളിൽ പ്രതിദിനം 500 ലിറ്ററിൽ കൂടുതൽ പാൽ അളന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് 300 കുറഞ്ഞ സ്ഥിതിയാണ്. ചൂട് കാരണം പശുക്കളുടെ ആരോഗ്യം മോശമാവുകയാണ്. മറ്റു വരുമാനമില്ലാതെ 2-3 പശുക്കളുമായി ഉപജീവനം നടത്തുന്ന കർഷകരാണ് കൂടുതൽ പ്രതിസന്ധിയിലായത്. ചൂട് കൂടുന്നതിനാൽ പറമ്പിലും മറ്റും കാലികളെ മേയാൻ വിടാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. കൂടുതൽ ചൂട് ബാധിച്ചതും കൂടുതൽ പാൽ കുറവുള്ളതും ഈ ടൈമിലാണ്. എനിക്ക് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ പശു ചൂട് കാരണം കുഴഞ്ഞു വീഴുക, വയറ്റിന്ന് പോവുക, ചൂട് അനുഭവപ്പെടലുണ്ട്. ഇപ്രാവശ്യം ഏറ്റവും കൂടുതലാണ്. ചൂട് വളരെ കുറവാണ്. എനിക്ക് 10 ലിറ്റർ പാൽ കറങ്ങുന്ന പശുവിനൊക്കെ 8 ലിറ്റർ കറന്നത് ഇന്ന് 3 ലിറ്റർ പാലാണ് ഞാൻ കറന്നത്. സൊസൈറ്റിയിൽ പാൽ എത്തിച്ചിട്ടില്ല. വരുമാനത്തിനപ്പുറം പശുക്കളുടെ പരിപാലന ചെലവ് കുത്തനെ കൂടിയതോടെ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ക്ഷീരകർഷകർക്ക് ദുരിതമാണ്. കാലിത്തീറ്റ, മരുന്ന്, പച്ചപ്പുല്ല് എന്നിവയുടെ വില വൻതോതിലാണ് വർദ്ധിച്ചത്. 1 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാൻ 60-65 രൂപയോളമാണ് ചെലവ്. കർഷകർക്ക് ലഭിക്കുന്നതാകട്ടെ 50 രൂപ മാത്രം. 70 രൂപയെങ്കിലും ലഭിച്ചാലേ പിടിച്ചു നിൽക്കാനാകൂവെന്നും കർഷകർ പറയുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. തലശ്ശേരി മാതാ അമൃതാനന്ദമയി മഠം ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തിന് ഭക്തിനിർഭരമായ സമാപനം. വിവിധ പൂജകളും ജ്ഞാനയജ്ഞങ്ങളും ഭക്തി ആദരവോടെ സമർപ്പിച്ചു. പ്രഭാഷണങ്ങളും ഭക്തിഗാനസുധയും ആത്മീയ ഉണർവേകി. ആഘോഷങ്ങളുടെ ഭാഗമായി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. ലളിതാ സഹസ്രനാമത്തോടെ 2ാം ദിനത്തിലെ ചടങ്ങുകൾ ആരംഭിച്ചു. സർവൈശ്വര്യ വിളക്കുപൂജ, മൃത്യുഞ്ജയ ഹോമം, നവകം എന്നിവ ഭക്തിയാദരവോടെ അനുഷ്ഠിച്ചു. വിവിധ പ്രഭാഷണങ്ങളും ഭജനയും ഭക്തർക്ക് ആത്മീയ ഉണർവേകി. തലശ്ശേരി മഠാധിപതി സ്വാമി അഭേദ്യാമൃതപുരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. പൂജകൾക്ക് ബ്രഹ്മചാരി വിനായകാമൃത ചൈതന്യ, ബ്രഹ്മചാരി കൃഷ്ണകുമാർ, ശരവണൻ എന്നിവർ നേതൃത്വം നൽകി. ആഘോഷ പരിപാടികളുടെ ഭാഗമായി CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പാർവതി TCക്ക് അനുമോദനവും അമൃത ബാലകേന്ദ്രത്തിലെ കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. രണ്ടു ദിവസങ്ങളിലായി നടന്ന വിവിധ പൂജായജ്ഞവും പ്രഭാഷണവും ഭക്തജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. വിവിധ പരിപാടികളോടെ ചക്യത്തുമുക്കിലുള്ള ബ്രഹ്മസ്ഥാനത്തിന്റെ 27ാമത് വാർഷിക മഹോത്സവത്തിന് സമാപനമായി. അമൃത ന്യൂസ്, കണ്ണൂർ. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ 10 മാറ്റ് പകിട്ടോടെ കൊടുങ്ങല്ലൂർ അമൃത വിദ്യാലയം. 33 വിദ്യാർത്ഥികൾ ഡിസ്റ്റിങ്ഷനും 11 പേർ 90% മാർക്കും കരസ്ഥമാക്കിയാണ് വിജയിച്ചത്. ആനന്ദ് ജി പ്രകാശ് A, SP തമന്ന പ്രഭു എന്നിവർ 99.2% മാർക്ക് കരസ്ഥമാക്കി ദേശീയ തലത്തിൽ 5ാം സ്ഥാനവും സ്കൂൾ തലത്തിൽ 1ാം സ്ഥാനവും നേടി. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ വിദ്യാലയങ്ങളിൽ ആദ്യ സ്ഥാപനമായ കൊടുങ്ങല്ലൂർ അമൃത വിദ്യാലയം CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ഇത്തവണയും 100 മേനി വിജയം കൈവരിച്ചിരിക്കുകയാണ്. 33 വിദ്യാർത്ഥികൾ ഡിസ്റ്റിങ്ഷനും 11 പേർ 90%-ലധികം മാർക്കും നേടി സ്കൂളിന്റെ അഭിമാനമായി. ആനന്ദ് ജയപ്രകാശ് A, SP തമന്ന പ്രഭു എന്നിവർ 99.2% മാർക്ക് കരസ്ഥമാക്കി ദേശീയ തലത്തിൽ 5ാം സ്ഥാനവും സ്കൂൾ തലത്തിൽ 1ാം സ്ഥാനവും നേടി. ദേവദർശന KL 98.2%, ശ്രീഷിന്ത് KS 97.8% എന്നിങ്ങനെയാണ് മറ്റ് മികച്ച നേട്ടങ്ങൾ. 1987 തുടങ്ങിയിരിക്കുന്ന അമ്മയുടെ ആദ്യത്തെ സ്ഥാപനമാണ്. അതിൽ ആദ്യത്തെ സ്കൂളാണ് അമൃത വിദ്യാലയം കൊടുങ്ങല്ലൂർ. 40ാമത്തെ വർഷത്തിലേക്ക് കിടക്കുമ്പോൾ ഈ വിജയം വളരെ സവിശേഷമാണ്. ഈ വിജയത്തിന് പിന്നിൽ അമ്മയുടെ അനുഗ്രഹമാണ്. ഈ വിജയം ഞങ്ങളെല്ലാവരും അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു.
വളരെ നേരത്തെ തന്നെ പാഠഭാഗങ്ങൾ തീർത്ത് റിവിഷനുകളും ടെസ്റ്റ് പേപ്പറുകളും കൃത്യമായി ചെയ്തുകൊണ്ടുള്ള പഠന രീതിയാണ് കുട്ടികളെ വലിയ വിജയത്തിലേക്ക് നയിച്ചത്. ഒന്നാമതെത്തിയ കുട്ടികൾ ആരും തന്നെ ഒരു ട്യൂഷനും പോകുന്ന കുട്ടികളല്ല. ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സ്റ്റഡി ടൈം ടേബിൾ വെച്ച് പഠിച്ച് ടെസ്റ്റ് പേപ്പറും റിവിഷൻ ടെസ്റ്റും ഒക്കെ നടത്തി അങ്ങനെയാണ് നമ്മൾ കുട്ടികൾക്ക് കോച്ചിങ് കൊടുത്തിരുന്നത്. പ്രോപ്പറായിട്ട് റിവിഷനാണ് ഇവരുടെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഏറ്റവും അവരെ ഹെൽപ്പ് ചെയ്തത്. കൃത്യമായ ലക്ഷ്യബോധത്തോടെയും അച്ചടക്കത്തോടെയുമാണ് അമൃത വിദ്യാലയത്തിലെ കുട്ടികളുടെ പഠനം. ക്ലാസ് മുറികളിൽ നിന്ന് തന്നെ പാഠഭാഗങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കാൻ ഇവർ ശ്രമിക്കുന്നു. ഏത് സമയത്തും സംശയങ്ങൾ തീർക്കാനും ആത്മവിശ്വാസം നൽകാനും അധ്യാപകർ കൂടെ തന്നെയുണ്ട്. ആദ്യമായിട്ട് എൻ്റെ റിസൾട്ട് ഞാൻ അമ്മയുടെ പാദങ്ങളിൽ അർപ്പിക്കുന്നു. റിവിഷൻസ് ഉണ്ടായിരുന്നു, കുറേ പ്രാവശ്യം റിവൈസ് ചെയ്തു. ചെസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കരാട്ടയിൽ ബെൽറ്റ് ഉണ്ട്. ഇവിടെ ഏകദേശം എല്ലാ ആക്ടിവിറ്റീസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കൊമേഴ്സ് വിത്ത് മാത്സ് ആണ് എടുക്കാൻ പോകുന്നത്. എൻ്റെ അച്ഛനെ പോലെ എനിക്ക് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവണം എന്നാണ് എൻ്റെ ഒരു എയിം. ടെൻഷൻ ഇല്ലാണ്ട് എല്ലാം എഴുതാൻ തന്നെയാണ് എല്ലാ ടീച്ചർമാരും പാരൻസും എല്ലാവരും കംഫർട്ട് ചെയ്തു. ഇനി കമ്പ്യൂട്ടർ സയൻസ് എടുക്കും. അത് കഴിഞ്ഞിട്ട് വരയ്ക്കാൻ താല്പര്യമുള്ളതുകൊണ്ട് ബി ഡിസൈൻ അല്ലെങ്കിൽ ബി ആർക്കിൽ കയറാനാണ് അവർ എടുത്തു പറയുന്നു. തുടർന്നും ഇതേ സ്കൂളിൽ തന്നെ പഠനം തുടരാനാണ് മിക്കവരുടെയും തീരുമാനം. മാർക്സ് മാത്രമല്ല നമ്മളൊരു വിജയത്തിൻ്റെ ഒരു ഇതായിട്ട് കാണുന്നത്, അവരുടെ വാല്യൂസ്, ഹ്യൂമൻ വാല്യൂസ്. ഈ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഞങ്ങൾ അമൃതയിൽ ജോയിൻ ചെയ്തത് തന്നെ. ഇവിടുത്തെ ടീച്ചേഴ്സിനെ ഇവർ മാന്നാണ് വിളിക്കാറ്. അധ്യാപകർ എന്നുള്ളതിനുപരി മാതാപിതാക്കൾ എന്ന നിലയ്ക്കും കൂടിയാണ് അവർ കുട്ടികളെ എന്നും സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും. മികച്ച അക്കാദമിക് നിലവാരത്തിനൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും കൊടുങ്ങല്ലൂർ അമൃത വിദ്യാലയം ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട്. മെയിനായിട്ട് നമ്മളിവിടെ വോളിബോളും ബാസ്കറ്റ് കഴിഞ്ഞ വർഷം 6 ടൂർണമെൻറ്റുകളിൽ നമ്മൾ ഇൻക്ലൂഡിങ് നാഷണലിൽ നമ്മൾ പങ്കെടുത്തു. അതുപോലെ തന്നെ കരാട്ടയിലും നമ്മൾ സെക്കൻഡ് റണ്ണറപ്പായിരുന്ന സഹോദരിക്ക്. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ പ്രവർത്തനമാണ് കൊടുങ്ങല്ലൂർ അമൃത വിദ്യാലയത്തിന്റെ കരുത്ത്. അമൃത ന്യൂസ്, കൊച്ചി. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് കേരളത്തോടൊപ്പം ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. എങ്ങനെയായിരിക്കും ഇന്ന് വിപണിയിലെ നീക്കങ്ങളൊക്കെ? ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ 2 ദിവസവും വിപണിയിൽ നഷ്ടമായിരുന്നു. ആഗോള സ്ഥിതിഗതികൾ അത്ര തൃപ്തികരമല്ലാതെ തുടരുന്നതും ഒപ്പം തന്നെ ഹോർമോസുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നതുമെല്ലാം ആഗോള വിപണിയിൽ ഉണ്ടാക്കിയ ഒരു വിൽപ്പന സമ്മർദ്ദത്തിൻ്റെ തുടർച്ചയായിരുന്നു നമ്മുടെ വിപണിയിലും ഉണ്ടായത്. മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടെ വലിയൊരു രീതിയിൽ മുന്നേറ്റത്തിലായിരുന്ന വിപണിയിൽ നിക്ഷേപകർ ലാഭമെടുത്തതും വിപണിയിലെ വീഴ്ചയ്ക്ക് കാരണമായി. ഇനി ഈ ഒരു നിലവാരത്തിൽ വിപണി ക്രമപ്പെട്ടതിന് ശേഷം മാത്രമേ തുടർച്ചയായി മുന്നോട്ട് നീങ്ങുമെന്നുള്ള പ്രതീക്ഷയുള്ളൂ. 24,600 എന്നുള്ള നിലവാരമാണ് മുൻനിര സൂചിയായ നിഫ്റ്റിക്ക് പ്രധാനം. ആ ഒരു നിലവാരം മറികടന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇനി വിപണിയിൽ മുന്നേറ്റം തുടരാൻ സാധ്യതയുള്ളൂ. മറിച്ചാണെങ്കിൽ ഈ ഒരു നിലവാരത്തിൽ വിപണി ക്രമപ്പെട്ടതിന് ശേഷം മാത്രമേ ഇനി ഒരു നിക്ഷേപ താല്പര്യം തുടരാൻ സാധ്യതയുള്ളൂ. അപ്പോഴും 24,100 എന്നുള്ള നിലവാരം തന്നെയാണ് അടിസ്ഥാന നിലവാരമായി നിഫ്റ്റി കണക്കാക്കുന്നത്. 24,100 ഭേദിക്കുകയാണെങ്കിൽ അത് താഴേക്ക് നീങ്ങാനുള്ള സാധ്യതയുമുണ്ട്. വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങളും വിപണിയിൽ തുടരാനാണ് സാധ്യത. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇപ്പോഴും വിപണിയിൽ വിൽപ്പന തുടരുകയാണ്. വലിയ തോതിലുള്ള വിൽപ്പന വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുണ്ടാകുന്നതും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിക്ഷേപ താല്പര്യം അത് പ്രതിരോധിക്കുന്ന രീതിയിൽ അത്ര ഉണ്ടാവാത്തതുമെല്ലാം വിപണിയിലെ വീഴ്ചയ്ക്ക് കാരണം തന്നെയാണ്. ചെറുകിട നിക്ഷേപകരും വിപണിയുടെ ഉയർന്ന നിലവാരത്തിൽ ലാഭമെടുക്കുന്നതും വിപണിയിൽ ഇപ്പോഴത്തെ നഷ്ടത്തിന് പ്രധാനപ്പെട്ട കാരണമാണ്. എന്തായാലും വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ തുടരാനാണ് സാധ്യത. ഈ ആഴ്ചയിലെ അവസാന വ്യാപാര ദിനം എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ഒരു വളരെയധികം നന്ദി ശ്രീ ദിലീപ്. സമയപരിധി കൊണ്ട് മാത്രം ഇടപെടുകയാണ്. തൃശൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ച കല്യാൺ ജ്വല്ലേഴ്സ് മാനേജിംഗ് ഡയറക്ടർ TS കല്യാണരാമൻ. വ്യക്തിപരമായി ഏറെ വേദനിപ്പിക്കുന്നതാണ് ദുരന്തമെന്ന് അദ്ദേഹം പറഞ്ഞു. സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധം പ്രയാസകരമായ ഘട്ടത്തിലൂടെ കടന്നുപോകുന്ന കുടുംബങ്ങളോടൊപ്പം നിൽക്കുന്നുവെന്നും അദ്ദേഹം പ്രസ്താവനയിൽ അറിയിച്ചു. ഈ സാഹചര്യത്തിൽ ഒരു സമൂഹം എന്ന നിലയിൽ പരസ്പരം താങ്ങായി നിൽക്കുക എന്നതാണ് പ്രധാനം. പ്രാദേശിക ഭരണകൂടവുമായി സഹകരിച്ച് അർഹരായ കുടുംബങ്ങൾക്ക് ധനസഹായം കൈമാറാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവമ്പാടി ദേവസ്വത്തിനു വേണ്ടി ഒരുക്കുന്ന വെടിക്കെട്ട് നിർമ്മാണശാല അഗ്നിക്കിരയായി കത്തിച്ചാമ്പലാവുക എന്നൊരു വാർത്തയാണ്, ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് നമുക്കറിയാൻ സാധിച്ചത്. ഇതിൽ 14 പേര് മരണപ്പെടുകയും കുറേ പേർ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിച്ച വാർത്ത നമ്മൾ അറിഞ്ഞു. ഇതിൽ തൃശ്ശൂരിലെ എല്ലാ ജനങ്ങൾക്കും ഒപ്പം തന്നെ രാഷ്ട്രത്തിലെ എല്ലാ ജനങ്ങളും വളരെ ദുഃഖത്തിലാണ്.
ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും കല്യാൺ ജുവലേഴ്സിലെ എല്ലാ സ്റ്റാഫ് അംഗങ്ങളും ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നതോടൊപ്പം തന്നെ 14 പേരുടെ കുടുംബത്തിനും 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുന്നതുമായിരിക്കും. IPL എൽ ക്ലാസിക്കോയിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ചെന്നൈക്ക് 103 റൺസിന്റെ ജയം. സെഞ്ചുറി നേടിയ സഞ്ജു സാംസന്റെയും 4 വിക്കറ്റ് വീഴ്ത്തിയ അഖിൽ ഹുസൈന്റെയും ഉജ്ജ്വല പ്രകടനമാണ് ചെന്നൈക്ക് വിജയം എളുപ്പമാക്കിയത്. ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 207 റൺസ് എടുത്തു. എന്നാൽ മറുപടി ബാറ്റിംഗിൽ മുംബൈ 19 ഓവറിൽ 104 റൺസിന് എല്ലാവരും പുറത്തായി. 35 റൺസ് എടുത്ത സൂര്യകുമാർ യാദവും 37 റൺസ് എടുത്ത തിലക് വർമ്മയും മാത്രമാണ് മുംബൈ നിരയിൽ അല്പമെങ്കിലും പൊരുതിയത്. 54 പന്തിലാണ് സഞ്ജു സെഞ്ചുറി നേടി പുറത്താകാതെ നിന്നത്. ഇന്ന് ബംഗളൂരു ഗുജറാത്ത് പോരാട്ടമാണ്. രാത്രി 7:30 മുതലാണ് മത്സരം. റിപ്പോർട്ടറുടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.